മേയർ ആര്യ രാജേന്ദ്രനും കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ യദുവും തമ്മിലുള്ള പോര് മുറുകുകയാണ്. മേയർക്കെതിരെ പോലീസ് കേസെടുത്തതോടെ യുദ്ധമുഖത്തിന്റെ മട്ടുമാറി. ഗൗരവമായ നിയമ നടപടികളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കോടതി ഇടപെട്ടതോടെ ഇനി പോലീസിനും ഉഴപ്പാൻ കഴിയില്ല. യദുവിന്റെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. ജാമ്യമില്ലാ കുറ്റം ചുമത്തി മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയും അടക്കം 5 പേരാണ് കേസിൽ പ്രതിസ്ഥാനത്ത്. മാത്രമല്ല, ബസ്സിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചുവെന്ന ഗുരുതര ആരോപണവും FIRലുണ്ട്. അതായത് ഡ്രൈവർ യദു നൽകിയ പരാതിയിലെ മുഴുവൻ വിവരങ്ങളും ഉൾപ്പെടുത്തിയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസിലും ഇതിനു മുൻപെടുത്ത കേസിലും മേയർക്കെതിരെ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പോലീസ്. അഭിഭാഷകൻ ബൈജു നോയലിന്റെ പരാതിയിലെടുത്ത കേസിലാണ് ആദ്യം നടപടി. ഈ കേസിൽ നാളെ അഭിഭാഷകന്റെയും മറ്റ് സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമാണ് രണ്ടാമത്തെ കേസിലെ പരാതിക്കാരൻ യദുവിന്റെ മൊഴി രേഖപ്പെടുത്തുക. കേസിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമാണ് പ്രതികളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളും ഉണ്ടാവുക. അതിനു മുൻപ് ബസ്സിലെ യാത്രക്കാരും സംഭവമുണ്ടായപ്പോൾ തടിച്ചുകൂടിയവരും ആരൊക്കെയെന്ന് തിരിച്ചറിയാനുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. ഇവരെയും സാക്ഷികളാക്കും. നിലവിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ ഡ്രൈവർ യദുവും കേസിൽ പ്രതിയാണ്. യദുവിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾക്ക് പോലീസ് തെളിവ് കണ്ടെത്തിയാൽ മേയർക്കെതിരായി ചുമത്തിയിരിക്കുന്ന പല വകുപ്പുകളും അസാധുവാകുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. മെമ്മറി കാർഡ് നശിപ്പിച്ചതെന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ മേയർക്കും കൂട്ടർക്കുമെതിരെ FIRൽ ഉൾപ്പെടുത്തിയതിന് പോലീസ് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. യദുവിൻ്റേത് ക്രിമിനൽ മിസലേനിയസ് പെറ്റീഷനാണ്, അതായത് കോടതി മുഖേന വന്ന പരാതി. അത്തരം നടപടിയിൽ ഹർജിയിൽ പറയുന്ന മുഴുവൻ ആരോപണങ്ങളും FIRൽ ഉൾപ്പെടുത്തണമെന്നത് നിർബന്ധമാണ്. പിന്നീട് ഈ ആരോപണങ്ങൾ അന്വേഷിച്ച് കൃത്യത വരുത്തി അന്വേഷണ ഉദ്യോഗസ്ഥന് വേണ്ട മാറ്റങ്ങൾ വരുത്താമെന്നാണ് പോലീസ് പറയുന്നത്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.